കിടിലം പടമാണെന്നും പറയല് തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. എന്താ പറയുക, ഇതിന്റെ VFX ആയാലും അതിനകത്ത് മറ്റേ എഡിറ്റിങ്ങും മറ്റേതെല്ലാം നല്ല അടിക്കിടിലാണ്. എടുത്തു പറയേണ്ടത് പിന്നെ പൃഥ്വിരാജിന്റെ അഭിനയമാണ്. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കൻ അതിൻ്റെ അകത്ത് അഭിനയിക്കില്ല, ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യണത്. തികച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള പടം ഞാനിപ്പോൾ കണ്ടതിൽ ഏറ്റവും നല്ലൊരു പടമാണ്. പുസ്തകം വായിച്ചിട്ട് കിട്ടിയ അതേ ഒരു പ്രതിനിധി തന്നെയാണ് പ്ലസ് അത് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ പടത്തിന് കിടിലാണ്, നല്ല കിടിലൻ ക്ലാസിക്കൽ പടമാണ്. എന്തായാലും പോയി കണ്ടാണ്. ഇതില് നമുക്ക് റിയൽ ലൈഫ് സ്റ്റോറി ആണെങ്കിൽ അതൊന്ന് നമുക്ക് ഡയറക്റ്റ് ചെയ്ത് കാണിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു ഒരു 10-20 കൊല്ലത്തൊരു പ്രയത്നമാണ്. അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് പൃഥ്വിരാജിലും കാണുന്നുണ്ട്, അല്ലാണ്ട് എല്ലാ ഡയറക്ടറിന്റെ ഇതിലാണെങ്കിലും സൂപ്പർ പടമാണ്. എന്തായാലും പോയി കാണേണ്ട പടമാണ്, കിടിലൻ പടമാണ്. ട്രാൻസ്ഫോർമേഷൻ ഒന്നും പറയാനില്ല. അയ്യോ, പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി പുള്ളിക്ക് വീണ്ടും ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പുള്ളി. അപ്പോൾ ഇതൊരു നമുക്ക് ഒരിക്കലും മാത്രം ജീവിതത്തിൽ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പൊ മലയാള സിനിമയിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഡെഡിക്കേറ്റഡ് ഒരു ആക്ടർ പൃഥ്വിരാജാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ മലയാളത്തിൽ കണ്ടിട്ടില്ല. ഇപ്പൊ ഹിന്ദിയിൽ ഇതിലൊക്കെ അമേരിക്കൻ ഹൃത്തിക് റോഷനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിത് കണ്ടിട്ടില്ല. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വേറൊരു കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് നാഷണൽ അവാർഡിന് പോകാൻ ചാൻസ് ഉള്ളൊരു കാൻഡിഡേറ്റ് ആണ്. മെയിൻലി ഇത് OTT-ലൊന്നും കാണരുത്, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. മസ്റ്റ് വാച്ച് ആണ്. ക്യാമറ വർക്ക്സ്, മ്യൂസിക്, ഡയറക്ഷൻസ്, ഓൾ ദ സീൻസ്, എല്ലാ ക്യാമറ വർക്ക്സ് അടിപൊളിയായിട്ടുണ്ട്. സ്റ്റോറി ലൈനും നല്ലതായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി ഏറ്റവും നല്ല സെക്കൻഡ് ഹാഫാണ്. സൂപ്പറാണ്. ലാസ്റ്റ് സീൻസൊക്കെ നല്ലോണം ക്ലിക്കായി, എല്ലാം വർക്കൗട്ടായി. സീൻസൊക്കെ വർക്കായി. ട്രാൻസ്ഫോർമേഷൻ, ആ സീനൊക്കെ പൊളി. ട്രാൻസ്ഫോർമേഷൻ പുള്ളി ഒരു സീനുണ്ട്, ആ സീനൊക്കെ ഒരു രക്ഷയില്ല. തിയേറ്ററിൽ തന്നെ, എല്ലാം തിയേറ്റർ മസ്റ്റ് വാച്ച്, ഒന്നുമില്ല. അടിപൊളി പടമാണ്, മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ച്. ലൈഫ് മോട്ടിവേഷൻ ആണ് ഈ പടമൊക്കെ. എന്ത് കിണ്ണം പടം, അടിപൊളി. ജീവിക്കാനുള്ള ഒരു പടമാണ്. അതെ, നമുക്കുള്ള ജീവിക്കാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് ഇതിൽ നിന്ന് കിട്ടണത്. അയാൾക്ക് ഒന്നും ഉണ്ടായില്ല, എന്നിട്ട് ആ മരുഭൂമിയിൽ കയറി വന്ന്, അതൊക്കെ മോട്ടിവേഷനാണ്. നമ്മളെവിടെയും താഴ്ന്നു വരുത്, ജീവിക്കണം, അത്രേ ഉള്ളൂ. ഹോപ്പ് വേണം ജീവിതത്തിൽ, എപ്പോഴും ഹോപ്പ് വേണം. നമ്മൾ ഉയർന്ന നിലയിൽ നല്ല നിലയിൽ എത്തുന്നു നമ്മൾ എപ്പോഴും വിചാരിക്കണം, എന്നാലും എത്തോളൂ രക്ഷപ്പെടുള്ളൂ ജീവിതത്തിൽ. പടം അടിപൊളിയാണ്, മസ്റ്റ് വാച്ചാണ്. ഒരാളുടെ അനുഭവം നമ്മൾ കാണുക എന്ന് പറഞ്ഞാൽ ഒരു കഥയല്ല, ഇത് യഥാർത്ഥ കഥയാണ്, യഥാർത്ഥ എന്താ പറയുക, ജീവിതമാണ് ഒരാളുടെ. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. പൃഥ്വിരാജ് സാറിനോട് ഒരു എന്താ പറയുക, ഞാൻ പുള്ളിയുടെ വലിയ ഫാനാണ്. പക്ഷേ ഈ സിനിമ കണ്ടപ്പം കൂടുതൽ ആരാധന തോന്നുകയാണ്. ഇത്രയും 16 വർഷം ഇതിനു വേണ്ടിയിട്ട് നിൽക്കുക, ബോഡി അത്രയും സ്ലിം ആവുക എന്ന് പറഞ്ഞാൽ ഒരു സീനിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും പുള്ളി എത്രമാത്രം സ്ലിമ്മായി എന്നുള്ളത്. എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ, സുനിൽ ചേട്ടൻ, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ഷൂട്ട് ചെയ്തെന്ന് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ വീണ്ടും ആലോചിക്കുകയായിരുന്നു. ഇത്ര അടിപൊളിയായിട്ടുണ്ട്.